പോകുന്നത്? ഞാൻ നിന്നെയും കുഞ്ഞിനെ കാണാൻ. അയ്യോ വലിയ കാര്യമായി പോയി. ആ ഗംഗയിൽ മുങ്ങിപ്പോ അവിടെ തന്നെ കിടന്ന് ഒടുങ്ങായിരുന്നില്ലേ നിങ്ങൾക്ക്? ശ്യാമളെ അങ്ങനെയൊന്നും പറയല്ലേ ശ്യാമളെ. പറയല്ല വേണ്ടത്. ഒരു പണിക്കും പോലാതെ കാവി കൊടുത്ത് കുറെ മോനെ ഇട്ട് ചന്ദനം പൂശി നടക്കും കള്ളസ്വാമി. അതേപോലെയുള്ള ആൾക്കാർ കുടുംബം നോക്കണം. ഞാൻ എന്റെ കൊച്ചു എങ്ങനെ കഴിയണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ പശു ഉണ്ടായിരുന്നില്ലേ? എനിക്ക് എന്തുണ്ടായിരുന്നു? പിന്നെ എന്ത് കാര്യത്തിനാ നിങ്ങൾ ഓടി ഓടി പോണത്? എനിക്ക് ശാന്തി വേണം. അത് കിട്ടിയാ നിങ്ങൾക്ക് പറഞ്ഞ സാധനം കിട്ടി. പക്ഷെ ഇവിടെ വന്നോടുകൂടി എല്ലാം പോയി. വരാതിരിക്കാൻ പാടില്ല. മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട് ഒരു കുങ്കുമം കുറയ്ക്ക് തുണി കൊണ്ട് വന്നേക്കണ് ശ്യാമളയ്ക്ക് ചാകുമ്പോ പുറയ്ക്കാൻ. മുരുകാ മുരുകാ, നിങ്ങൾ എന്റെ കണ്ണു മുമ്പിൽ നിന്ന് പൊക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും. ശ്യാമളെ നീ കടുങ്കയൊന്നും ചെയ്യരുത്. ഞാൻ ചെയ്യുന്നല്ല, നിങ്ങളെ കൊല്ലൂന്നാ പറഞ്ഞ ഞാൻ. ശ്യാമളെ അന്ന് കയറിപ്പോ പറഞ്ഞ കേട്ടോ സ്വാമി വന്നേക്കണെന്ന്. അച്ഛനെ കണ്ടിട്ട് എന്റെ കൊച്ചിന് മനസ്സിലായില്ല. അവന് മനസ്സിലായില്ലടാ. കരയല്ലേ? അതായത് ആ പ്യാരി വരുന്നുണ്ട്. പ്യാരി പ്യാരി. ആ സത്യേട്ടനെത്തിയോ? ആ ഞാൻ ചെറിയൊരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ വന്നതേ ഉള്ളൂ. പരമസുഖായിരുന്നു. ആ സുഖമാകും. 2 കൊല്ലമല്ലേ ഉള്ളൂ പോയിട്ട്? ആ 2 കൊല്ലായി. എന്താ നിനക്കൊരു ക്ഷീണം? അയ്യോ ഞാൻ പണിയൊക്കെ എടുത്ത് ജീവിക്കല്ല ചേട്ടാ, അതിന്റെ ചെറിയൊരു ക്ഷീണം. അല്ല ശ്യാമളേച്ചി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണ? ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്റെ പ്യാരി? ഒരു പശുവല്ലേ ചത്തുപോയുള്ളൂ. വലിയ വലിയ ആളുകൾ ചത്തുപോയിട്ട് നമ്മൾ സഹിക്കണില്ലേ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. എനിക്ക് വലിയ വലിയ ആൾക്കാരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എനിക്ക് ആ പശു ഉണ്ടായിരുന്നുള്ളൂ. ഒരു പശു ചത്താ വേറൊരു പശുവിനെ വാങ്ങിക്കുക, അതല്ലേ ആളുകൾ ചെയ്യുക. അയ്യോ 5-8 ലിറ്റർ പാലിടുന്ന പശുവായിരുന്നില്ല അത്? പ്യാരി നമുക്ക് 10 ലിറ്റർ കറക്കണ പശുവിനെ വാങ്ങിക്കാം. എന്റെ സത്യേട്ട അതിനൊരു 10-50,000 രൂപ ചെലവ് വരുവേ. 50,000 വരുമല്ലേ? പിന്നെ ഓ ആ ഒരു വഴിയുണ്ട്. ഒരു 10-20,000 രൂപ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഞാനായിട്ട് ഒപ്പിച്ചു തരാം. പിന്നെന്താ? പിന്നെ ഒരു 30 രൂപ കൊടുക്കാൻ ചേട്ടൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. പിന്നെ ആ സഞ്ചി നിറച്ചും പൈസയാ. ഇത് നോക്കണ്ട, ഇത് മുക്കാണ്. അപ്പണ്ടാവില്ല. എന്നാ ശ്യാമളേച്ചി പശുവിനെ ഒന്നും ഇനി വാങ്ങണ്ട. ചേട്ടൻ എൻ്റെ കൂടെ പണിക്കുവാ, നല്ല പൈസ തരാന്നേ. പ്യാരി പ്യാരി പണിക്കൊന്നും വിളിക്കരുത്, ദൈവകോപം ഉണ്ടാവും. ആ എന്നാ വേറൊരു വഴിയുണ്ട്. എന്താ? കറവയുള്ള പശുക്കൾ ചത്തുപോയിട്ടുണ്ടെങ്കിലേ മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ നിധിയിൽ നിന്ന് ഒരു സഹായം കിട്ടും. എത്ര കിട്ടും? എത്ര കിട്ടുമെന്ന് വെച്ചാൽ ഒരു 10-20 രൂപ വരെ കിട്ടുമെന്നാ കേട്ടത്. ആണോ? ആ എങ്ങനെ? അതെ, കറവയുള്ള പശുക്കൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അപേക്ഷ കൊടുത്താൽ നമുക്ക് ധനസഹായം കിട്ടും. എന്നാ ഞാൻ വരാന്ന് പറഞ്ഞാൽ അവിടെ എടുത്തു വെച്ചേക്കൊന്നുമല്ല. ആദ്യം നിങ്ങൾ പോയിട്ട് ആ വില്ലേജ് ഓഫീസർ ഒന്ന് കാണ്. അപ്പൊ പുള്ളി പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. ഓ എന്നാ നമുക്ക് പോവാം. നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കോളാം. ഞാനും കൂടെ വരാം. കൊണ്ടുപോകാൻ പറ്റിയൊരു മുതല്. അല്ല സത്യേട്ടൻ എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. നമ്മുടെ കേരളേശ്വര ക്ഷേത്രത്തിലേ ഉച്ചക്ക് അന്നദാനം ഉണ്ട്. ആണോ? വരണ്ടോ? പിന്നെന്താ വരാം. എന്നാ വാ. നീ വരണില്ലേ? വാടാ. ഈശ്വരന്മാരെ കാക്കണേ, നല്ല ബുദ്ധി കൊടുക്കണേ. മറിമായം